ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു UVDV എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസം 7-ാം തീയതിയിലെ പത്രങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അപ്പോൾ അതുപോലെ മാധ്യമം, മാതൃഭൂമി, ദേശാഭിമാനി, മനോരമ തുടങ്ങിയ പത്രങ്ങളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇന്നത്തെ പ്രധാന വാർത്തകളിലൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഫ്രണ്ട് പേജിൽ എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുള്ള ഒരു കാര്യം, ബംഗ്ലാദേശിലെ കലാപത്തിന് ശേഷം അവിടുത്തെ പ്രധാനമന്ത്രി നാട് വിട്ടു. അവരെ ബ്രിട്ടനിലേക്ക് അവർ സ്വീകരിക്കുന്നില്ല, അവർ ഇന്ത്യയിലാണുള്ളത്. ഇടത്താവളം അവർക്ക് അനുവദിച്ചു കൊടുത്തത് ഇനി ഭാവിയിൽ ഒരു പ്രശ്നമാകുമോ എന്ന ആശങ്ക ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം അവിടെ ഇടക്കാല പ്രസിഡന്റായി മുഹമ്മദ് യൂനസ്, അദ്ദേഹം നോബൽ സമ്മാന ജേതാവാണ്, സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹത്തെ ഇടക്കാല പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം, അവരാണ് ഈ കലാപത്തിന് മുൻകൈ കൊടുത്തത്. അവരുടെ കൂടി ആവശ്യപ്രകാരമാണ് ഇദ്ദേഹത്തെ ഇടക്കാല പ്രധാനമന്ത്രി ആക്കുന്നത് എന്നുള്ളതാണ്. അതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാധ്യമം അവരുടെ ഉൾപേജിൽ കൊടുത്തിട്ടുള്ള ഒരു വാർത്തയാണ്. ബംഗ്ലാദേശിലെ ഭരണവിരുദ്ധ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷമായ ഹൈന്ദവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ മുസ്ലിം പള്ളികളിൽ നിന്ന് ആഹ്വാനം. പ്രക്ഷോഭ രംഗത്തുള്ള വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഹിന്ദുക്കളുടെ സംരക്ഷണത്തിന് ഉച്ചഭാഷിണികളിലൂടെ ആഹ്വാനം ചെയ്തത്. അതിങ്ങനെയാണ്: പ്രിയ പൗരന്മാരെ, വിവേചനത്തിനെതിരായ വിദ്യാർത്ഥികൾ എന്ന പ്രസ്ഥാനത്തിലെ അംഗങ്ങളായ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, രാജ്യത്ത് അശാന്തിയുടെ ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും സാമുദായിക സൗഹാർദ്ദം നിലനിർത്തണം. ഹിന്ദു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം. അവരുടെ ജീവനും സമ്പത്തും ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷിക്കുക. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. എല്ലാവരും ജാഗരൂകരായിരിക്കണം. ഇതുപോലൊരു സിറ്റുവേഷനിൽ അവിടെ സാമുദായിക ഒരു കലാപം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങളെ ദുഷ്കരമാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ നാട്ടിൽ ഇന്നുള്ള എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കണം എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട് അതിൻ്റെ അകത്ത്. എന്തായാലും ഇതിനോടൊപ്പം അമ്പലങ്ങൾക്ക് മുന്നിൽ കാവലിരിക്കുന്ന മുസ്ലിങ്ങളുടെ ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഞാനും കുറച്ച് പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം വയനാട് നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളുമുണ്ട്. പുനരധിവാസത്തിലേക്കാണ് ഇനി നമ്മുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുക എന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നു. ആ വാർത്തകളുടെ കൂട്ടത്തിൽ എനിക്ക് ഒരു പ്രത്യേക സ്നേഹം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, കൊച്ചുകുട്ടികൾ അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന ചില്ലറ തുട്ടുകളുമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അത് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. വലിയ വലിയ താരങ്ങളെ നമ്മൾ കണ്ടു. ആ കൂട്ടത്തിൽ ഭിന്നശേഷിക്കാരനായ അനസ്, അദ്ദേഹം ചെയ്ത ഒരു കാര്യം, അതൊരു വലിയ മാതൃകയാണ്. സ്വന്തമായി അനങ്ങാൻ പോലും ആകാതെ ശരീരമാകെ തളർന്ന് കിടപ്പിലായ ഈ 42-കാരൻ തൻ്റെ ചക്ര കസേരകളിൽ ഒന്നാണ് വയനാട്ടിലേക്ക് അയച്ചത്. 4-ാം ക്ലാസ് വരെ ഓടിച്ചാടി നടന്ന അനസ് പൊടുന്നനെ ശരീരം തളർന്ന് കിടപ്പാവുകയായിരുന്നു. നിലവിലുള്ള പഴയ ചക്രക്കസേര കേടായാൽ ഉപയോഗിക്കാം എന്ന് കരുതി മാറ്റിവെച്ചിരുന്ന എല്ലാവിധ സൗകര്യങ്ങളുമുള്ള പുത്തൻ വീൽ ചെയറാണ് അങ്ങനെ ചുരം കയറിയത്. അനസിന്റെ ഇളയ പെങ്ങളായ 38-കാരി ആരിഫയ്ക്കും ഇതേ അവസ്ഥയാണ്. വയനാട്ടിലെ ക്യാമ്പിൽ കഴിയുന്ന ഉരുൾപൊട്ടൽ ഇരകൾക്കായി 5 ചക്രക്കസേരകൾ ആവശ്യമാണെന്ന വിവരം വയനാട് DTPC സെക്രട്ടറി KG അജേഷ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതോടെയാണ് കഥയുടെ തുടക്കം. അദ്ദേഹത്തിന്റെ ചക്രക്കസേര കേടാവുമ്പോൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് കരുതിയിരുന്ന പുത്തനായിട്ടുള്ള ഒന്ന്. കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ ആദ്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ വന്ന ഒരു പ്രത്യേക അറിയിപ്പായിരുന്നു, ഉപയോഗിച്ച് പഴകിയ തുണിത്തരങ്ങൾ കൊടുത്തു വിടരുത് എന്നുള്ളത്. അധികം പഴകിയിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, അത് അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന ചിന്തയിൽ കൊടുത്തതൊക്കെ ആയിരിക്കാം. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കണമല്ലോ. ഇത് ഉപയോഗിക്കാതെ കരുതി വെച്ചിരുന്ന, സൂക്ഷിച്ചു വെച്ചിരുന്ന പുത്തൻ കസേര, ചക്രക്കസേര, അത് കൊടുത്തു എന്നുള്ളത് എന്തോ എനിക്കത് വായിച്ചപ്പോൾ വല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. അതിനോടൊപ്പം ഈ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും നഷ്ടമായവർക്ക് ഫീസും നടപടിക്രമങ്ങളും ഒഴിവാക്കി ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് നൽകാൻ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനം വന്നിട്ടുണ്ട്. റവന്യൂ അധികൃതരുടെ സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാകും ഇവ നൽകുക. 2018 പ്രളയത്തിലും സർക്കാർ നിർദ്ദേശപ്രകാരം ഇതേ ഇളവ് നൽകിയിരുന്നു. സർട്ടിഫിക്കറ്റുകൾ ഒരു വലിയ വിഷയമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത്തരമൊരു വലിയ ദുരന്തത്തിനെ ഞാൻ പേഴ്സണലി ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ പേടിക്കുമല്ലോ പല സിറ്റുവേഷനിലും. അന്നേരം കൈ കിട്ടുന്നതെടുത്ത് രക്ഷപ്പെടുക എന്നുള്ളതല്ലേ. അതിനിടയിൽ സർട്ടിഫിക്കറ്റുകൾ, ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതൊക്കെ എങ്ങനെയാണ് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുക? മറ്റൊരു പ്രധാന വാർത്ത മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്, 2 പാഠപുസ്തകങ്ങളിൽ നിന്ന് ഭരണഘടനാ ആമുഖം ഒഴിവാക്കി NCERT എന്ന് പറയുന്ന
ഒരു കാര്യമാണ്. 3-6 ക്ലാസ്സുകളിലെ വിവിധ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ഭരണഘടനാ ആമുഖം ഒഴിവാക്കിയിട്ടുള്ളത്. ചില പുസ്തകങ്ങളിൽ ആമുഖത്തിന് പകരം ദേശീയ ഗാനവും മൗലിക അവകാശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കിയതിനു ശേഷം 6ാം ക്ലാസ്സിൽ പുതുതായി പ്രസിദ്ധീകരിച്ച സയൻസ് പുസ്തകമായ ക്യൂരിയോസിറ്റിയിലും ഹിന്ദി പുസ്തകമായ മൽഹറിലും ഭരണഘടനയുടെ ആമുഖം ചേർത്തിട്ടുണ്ട്. അതേസമയം സോഷ്യൽ സയൻസ് പുസ്തകമായ എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് എന്നതിൽ ആമുഖമില്ല. പകരം പൗരന്മാരുടെ മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3ാം ക്ലാസ് ഹിന്ദി, ഇംഗ്ലീഷ്, ഗണിതശാസ്ത്രം, നമുക്ക് ചുറ്റുമുള്ള ലോകം എന്നിവയുടെ പാഠപുസ്തകങ്ങളിലും ആമുഖമില്ല. പഴയ EVS ഹിന്ദി പുസ്തകങ്ങളിൽ ആമുഖം ചേർത്തിരുന്നു. സ്വാഭാവികമായും ഇതിനെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടാവുമല്ലോ. സോഷ്യൽ മീഡിയയിൽ കുറേ പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതേസമയം പാഠപുസ്തകങ്ങളിൽ നിന്ന് ഭരണഘടനയുടെ ആമുഖം നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് NCERT കരിക്കുലം സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് വിഭാഗം മേധാവി പ്രൊഫസർ രഞ്ജന അറോറ പറഞ്ഞു. ആദ്യമായാണ് ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ ഭാഗങ്ങൾക്ക്, അതായത് ആമുഖം, മൗലിക കർത്തവ്യങ്ങൾ, മൗലിക അവകാശങ്ങൾ, ദേശീയ ഗാനം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നത്. ആമുഖം മാത്രമാണ് ഭരണഘടനയെയും ഭരണഘടനാ മൂല്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതെന്ന ധാരണ വികലവും സങ്കുചിതവുമാണെന്ന് പറഞ്ഞു. ഭരണഘടനയെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതല്ലല്ലോ. പിന്നെ ഈ മൗലിക കർത്തവ്യങ്ങൾ, മൗലിക അവകാശങ്ങൾ, അതൊക്കെ ശരിക്കും കുട്ടികളിലേക്ക് വളരെ ഡീപ്പായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എത്തേണ്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ പത്രങ്ങളും ഇത് കവർ ചെയ്തിട്ടുണ്ട്. സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണിത്. അത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിന് ഹൈക്കോടതി വഴി സ്റ്റേ വന്നിട്ടുണ്ടായിരുന്നു. നിർമ്മാതാവ് സജിമോൻ പാറയിലാണ് ആ സ്റ്റേക്ക് കാരണമായ ഹർജി സമർപ്പിക്കുന്നത്. അതിൻ്റെ എതിർകക്ഷിയായിട്ട് ഇന്നലത്തെ UVDVയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒരു മാധ്യമ പ്രവർത്തകൻ എതിർകക്ഷിയായി ചേരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അക്കൂട്ടത്തിലേക്ക് വനിതാ കമ്മീഷൻ കൂടി കക്ഷി ചേരുകയാണ് എന്നുള്ളതാണ് വാർത്ത. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഹർജിക്കാരനായ നിർമ്മാതാവ് സജിമോൻ പാറയിൽ ശക്തമായി എതിർത്തു. എന്നാൽ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായ മാധ്യമ പ്രവർത്തകർക്ക് റിപ്പോർട്ടിലെ വിവരങ്ങൾ തേടാൻ അവകാശമില്ലേ എന്ന് കോടതി വാക്കാൽ ചോദിച്ചു. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറേണ്ടതില്ലെന്ന വ്യവസ്ഥ വിവരാവകാശ നിയമത്തിൽ തന്നെ ഉണ്ടെന്നായിരുന്നു ഹർജിക്കാരൻ്റെ വാദം. വിഴുപ്പലക്കലാണ് വിവരാവകാശ അപേക്ഷകരുടെ ലക്ഷ്യം. ഹേമ കമ്മിറ്റി ശുപാർശകളിൽ സർക്കാർ പല ക്ഷേമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നില്ലെന്നും ഹർജിക്കാരൻ കുറ്റപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതി വിളിച്ചു വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഹർജിയിലെ എതിർകക്ഷിയായ മാധ്യമപ്രവർത്തകൻ അജിത് കുമാർ കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിനിടയ്ക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു കാര്യം കൂടിയുണ്ട്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട പല മാറ്റങ്ങളെക്കുറിച്ചും ഒരുപാട് ശുപാർശകളൊക്കെയുള്ള ഒരു റിപ്പോർട്ടാണത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് പൂർണ്ണമായിട്ട് ഒരു പത്രത്തിൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും പല ദിവസങ്ങളിലായിട്ട് പത്രങ്ങളിൽ വരുന്നുണ്ട്. അതിൽ ഇന്നത്തെ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുവാദമില്ലെന്നും ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ശിക്ഷാർഹമാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പ്രകാരം 2003 നവംബർ 10 ഇറക്കിയ സർക്കാർ ഉത്തരവും മുമ്പിലുണ്ട്. അപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജനാധിപത്യ സംവിധാനത്തിലെ പാഠ്യപദ്ധതി ആരാഗ്രഹിച്ചാലും രാഷ്ട്രീയ മുക്തമാക്കാൻ കഴിയില്ല. ഇക്കാര്യങ്ങൾ നീതിന്യായ സംവിധാനങ്ങളുടെ ശ്രദ്ധയിലും കൊണ്ടുവരണം. ആശയാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ വേദികൾ ഇല്ലാതായത് കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം. അതായത് ഒരു പെർട്ടിക്കുലർ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് കൂട്ടായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ. അവരെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു പ്രത്യേക ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, കൂട്ടായ പ്രവർത്തനം ഉണ്ടാവുക, ഏകോപനം ഉണ്ടാവുക എന്ന് പറയുന്നത് കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവരുടെ മാനസിക വളർച്ചയെ സഹായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ. പക്ഷേ അതില്ലാതാവുന്നത് കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് സൂക്ഷ്മമായി പരിശോധിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടികളിൽ വർദ്ധിക്കുന്ന ആത്മഹത്യാ പ്രവണതകളും വിഷാദ രോഗത്തിന് കാരണമായുള്ള പ്രശ്നങ്ങളും കാണാതെ പോകരുത്. കുട്ടികളുടെ ആശയാടിസ്ഥാനത്തിലുള്ള സംഘം ചേരലും ആത്മഹത്യ, വിഷാദരോഗ പ്രവണതകളും ലഹരിക്ക് അടിമപ്പെടുന്നതും തമ്മിലുള്ള ബന്ധം പഠനവിധേയമാക്കണം. ഇങ്ങനെയുള്ള കൂട്ടായ ആക്ടിവിറ്റികൾ, പ്രവർത്തനങ്ങൾ അതില്ലാതാവുന്നത് കൊണ്ടാണോ കുട്ടികളിൽ ആത്മഹത്യ പ്രേരണ ഉണ്ടാവുന്നത്, അവർ ഡിപ്രഷനിൽ അടിമപ്പെടുന്നു എന്നൊക്കെ പറയുന്നത്? കൊച്ചുകുട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുക തുടങ്ങിയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്ത് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ പത്രങ്ങളിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം പ്രാദേശിക വാർത്തയുടെ കാര്യം പറയുന്നത്, എറണാകുളത്ത് ഒരുപാട് പേരെ പിടികൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ടാർഗറ്റ് ചെയ്ത് വരുന്ന, ഇവിടെ കുറേ അത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ എത്ര സ്കൂൾ കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ
സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ അത് നൽകുന്നൊരു സന്തോഷം ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക്. അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായും പഠിക്കേണ്ടത് തന്നെയാണ്. ജനാധിപത്യ രീതിശാസ്ത്രം കുട്ടികൾക്ക് സ്വായത്തമാക്കാൻ കഴിയും വിധം സ്കൂൾ പാർലമെൻറ്റ് 5ാം ക്ലാസ് മുതലുള്ള സ്കൂളുകളിൽ നിർബന്ധമാക്കണം. സ്കൂളുകളിലുള്ള വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തന ആസൂത്രണം, നിർവഹണം, പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ എന്നിവ സ്കൂൾ പാർലമെൻറ്റ് ചുമതലയാകണം. സ്കൂളുകളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പൊതുരൂപവും അതിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പൊതുമാർഗരേഖയും വികസിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. പലപ്പോഴും സ്കൂളുകളിൽ സംഭവിക്കുന്നത്, അതായത് ഞാൻ ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം ഈ തീരുമാനം ആയിട്ടുണ്ടായിരുന്നു. സ്കൂളുകളിൽ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ടീച്ചേഴ്സൊക്കെ തന്നെ ആയിരിക്കും ഈ പറയുന്ന സ്കൂൾ ക്ലാസ് ലീഡറിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. ചില സ്കൂളുകളിൽ ഇങ്ങനെ വോട്ട് ചെയ്യാൻ, ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നാലും ഇങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്ന മിക്കവാറും എന്തെങ്കിൽ പഠിപ്പിൽ കൂടുതൽ കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ സ്പോർട്സിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ടീച്ചേഴ്സ് എപ്പോഴും കാണുന്ന അവർക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ള കുട്ടികളൊക്കെ ചേരുന്ന അങ്ങനത്തെ ഒരു കുഞ്ഞു ഗ്രൂപ്പ് മാത്രമാണ് ആക്ടിവിറ്റീസിൽ ഉണ്ടാവുക. എന്തെങ്കിലും ഒരു സ്കൂളിലെ മെയിൻ ഇവൻ്റൊക്കെ നടക്കുമ്പോൾ ക്ലാസ് ലീഡേഴ്സിനെ എല്ലാവരും വിളിക്കും, അല്ലെങ്കിൽ ഈ ക്ലബ്സിൻ്റെയൊക്കെ ലീഡേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരെ വിളിക്കും. ഇത്രയും പേരിൽ ഈ പ്രവർത്തനങ്ങൾ വളരെ ചുരുങ്ങി പോകാറാണ് പതിവ്. അല്ലാതെ നടപ്പിലാക്കുന്ന നല്ല സ്കൂളുകളും നന്നായി അത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മികച്ച അധ്യാപകരും നമുക്കുണ്ട്. ബട്ട് സ്റ്റിൽ പലയിടങ്ങളിലും ഇത് കണ്ടിട്ടുണ്ട്. അതേസമയം പൊതുവായ ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയുന്നൊരു കാര്യം വരുമ്പോൾ ഒരുപാട് കുട്ടികൾ അതിൽ ഇൻവോൾവ് ആവും. ഈ പറയുന്ന ലീഡർ പൊസിഷനിൽ വരുന്നവരല്ലാതെയുള്ള കുട്ടികൾക്ക് കൂടി ഇതിൽ വലിയൊരു പ്രാധാന്യം വരും. മാത്രമല്ല, ഈ ലീഡർ പൊസിഷനിലേക്ക് വരുമ്പോൾ അയാളുടെ കയ്യിലേക്ക് വരുന്ന ഉത്തരവാദിത്വങ്ങളും കുറച്ചുകൂടി കൂടും. അത് ഗ്രൂപ്പായി ഈ കുട്ടികളെ വളരെ ആക്റ്റീവാക്കി നിർത്തുന്നതിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഞാൻ ഈ പത്രങ്ങളിൽ കാണുന്ന കാര്യവും എൻ്റെ ഒരു അഭിപ്രായവും പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ ചേരുമ്പോഴാണ് ഇതൊരു ചർച്ചയാകുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചകൾ ഉണ്ടാക്കുക എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ സംഭവിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ നമ്മൾ മാധ്യമത്തിൻ്റെ ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോൾ മുദ്രപത്രങ്ങൾക്ക് കടുത്ത ക്ഷാമം എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് 20 രൂപ, 50 രൂപ, 100 രൂപയുടെ മുദ്രപത്രങ്ങൾ കിട്ടാനില്ലാത്തതിനാൽ അതേ ആവശ്യത്തിന് കൂടിയ തുകയുടെ മുദ്രപത്രം വാങ്ങേണ്ട സ്ഥിതിയാണ്. നമ്മളിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മുദ്രപത്രം വാങ്ങാറുള്ളത് ഈ വാടക ചീട്ട്, നമ്മൾ ഈ റെൻറ്റിന് താമസിക്കുമ്പോൾ ആ എഗ്രിമെൻറ്റ് തയ്യാറാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ എഗ്രിമെൻറ്റ് വരിക. അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ എഗ്രിമെൻറ്റിൻ്റെ ആവശ്യം വരും. 20-ൻ്റെയും 50-ൻ്റെയും 100-ൻ്റെയും കിട്ടാനില്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു മാർഗ്ഗമില്ല, കുറച്ച് കൂടിയ എമൗണ്ടിൻ്റെ മുദ്രപത്രം വാങ്ങുക എന്നുള്ളതാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റാമ്പ് ഡിപ്പോ മുഖേനയാണ് ജില്ലകളിലേക്ക് മുദ്രപത്രങ്ങൾ എത്തുന്നത്. സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, വിവാഹ രജിസ്ട്രേഷൻ, ബാങ്ക് വായ്പകൾ, അഫിഡവിറ്റുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് 100, 50, 20 രൂപയുടെ മുദ്രപത്രങ്ങളാണ് വേണ്ടത്. ലൈഫ് മിഷൻ വീടിൻ്റെ ഉടമ്പടിക്കും പിന്നെ വാടക കരാറിനൊക്കെ 200 രൂപയുടെ മുദ്രപത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് കിട്ടാത്തതുകൊണ്ട് 500, 1000 എന്നീ തുകകളുടെ മുദ്രപത്രങ്ങളിലേക്ക് ആളുകൾ മാറുകയാണ്. വേറെ മാർഗ്ഗമില്ലല്ലോ. ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ 1000 രൂപയുടെ മുദ്രപത്രവും കിട്ടാനില്ലാത്ത അവസ്ഥയും. ഓഗസ്റ്റ് 1 മുതൽ ഈ സ്റ്റാമ്പിംഗ് പൂർണ്ണ തോതിൽ നടപ്പിലാക്കുമെന്നായിരുന്നു അറിയിപ്പ്. ഇതിൻ്റെ ഭാഗമായി ഭൂരിഭാഗം വെണ്ടർമാർക്കും, അതായത് ഈ ആധാരം വെണ്ടർമാരൊക്കെ വഴിയാണല്ലോ, അപ്പോൾ ഭൂരിഭാഗം വെണ്ടർമാർക്കും സർക്കാർ പരിശീലനമടക്കം നൽകിയിട്ടുണ്ട്. ഇത് നീണ്ടുപോകുന്നതോടെ മുദ്രപത്രത്തിനായി എത്തുന്നവർക്ക് നിരാശരാവുക എന്നുള്ളതാണ് വഴി. അവിടെ നമ്മൾ മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് പേജിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഒരു തീരുമാനമെടുക്കുന്നുണ്ടല്ലോ, ഒരു വലിയ കാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്. ദുരന്ത ബാധിത പ്രദേശങ്ങളായ മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് അടുത്ത 6 മാസം സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി. ചൂരൽമല എക്സ്ചേഞ്ച്, ചൂരൽമല ടവർ, മുണ്ടക്കൈ, KK നായർ, അംബേദ്കർ കോളനി, അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോമറുകളിൽ ഉൾപ്പെടുന്ന 1139 ഉപഭോക്താക്കൾക്കാണ് ഈ സേവനം. തീർച്ചയായിട്ടും അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം കിടപ്പാടം പോലും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളൊക്കെയാണ്. അവരുടെ ജീവിതം ഒന്നുകൂടി കരിപ്പിടിപ്പിച്ച് വരേണ്ടതാണ്. ഇതിനോടൊപ്പം ഈ ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് വരുമാന മാർഗ്ഗങ്ങൾ നിലച്ച ആളുകളും ഉണ്ടാവും. അപ്പോൾ അവർക്ക് 6 മാസത്തേക്ക് വൈദ്യുതി സൗജന്യമായി കൊടുക്കുന്നു എന്നുള്ളതൊരു നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ KSEBിനെ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നലത്തെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ നമ്മൾ പറഞ്ഞിരുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ കിട്ടുമായിരുന്ന വൈദ്യുതി, അത് ആവശ്യത്തിന് കിട്ടുമായിരുന്നു, പക്ഷേ ചോദിച്ചില്ല, വളരെ കുറച്ചേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ചോദിച്ച വൈദ്യുതി കൃത്യസമയത്ത് മെയിൽ അയക്കാത്തതുകൊണ്ട് മിസ്സാക്കി ചെയ്തു. അങ്ങനെ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി കിട്ടുന്നത് സ്വന്തം കഴിവുകേട് കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞ KSEB ഇപ്പോൾ നമുക്കുള്ള പണിയുമായിട്ട് വന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, റേറ്റ് കൂട്ടണം എന്നുള്ളതാണ്. കറണ്ട് ബില്ലിൻ്റെ 3 വർഷത്തേക്ക് നിരക്ക് വീണ്ടും കൂട്ടണമെന്ന ആവശ്യം ഉന്നയിച്ച് വൈദ്യുത ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകി. ഈ റെഗുലേറ്ററി കമ്മീഷനാണ് KSEBയെ ശാസിക്കുന്ന രീതിയിൽ ഇന്നലെ മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്നത്. യൂണിറ്റിന് ശരാശരി 34 പൈസ കൂട്ടണമെന്നാണ് ആവശ്യം. ഉപയോഗം കൂടുന്ന ജനുവരി മുതൽ മെയ് വരെ സാധാരണ നിരക്കിന് പുറമെ
യൂണിറ്റിന് 10 പൈസ അധികം വേണമെന്നും ഉൾപ്പെടെയാണ് ഈ നിരക്ക്. മാസം 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന വീട്ടുകാർക്കും ചെറുകിട വ്യവസായങ്ങൾക്കും പകലും രാത്രിയിലും വെവ്വേറെ നിരക്ക് നടപ്പിലാക്കണം. കൊള്ളാം, നല്ല കാര്യമാണ്. ഈ വർഷം ജൂലൈ 1 മുതൽ 2027 മാർച്ച് 31 വരെ എല്ലാ വർഷവും നിരക്ക് കൂട്ടണം. എല്ലാ സോളാർ വൈദ്യുതി ഉൽപ്പാദകർക്കും ടൈം ഓഫ് ദ ഡേ മീറ്റർ ഏർപ്പെടുത്തണം. പകൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 80% രാത്രിയിൽ തിരിച്ചു കൊടുക്കേണ്ടതുള്ളൂ. നല്ല കുറേ തീരുമാനങ്ങളൊക്കെ കേട്ടോ. കറണ്ട് ബില്ല് കൂട്ടുന്നു എന്നുള്ളത് അത് ഒരു കാര്യം. ഇതിൻ്റെ കൂടെയാണ് ഈ സോളാർ പാനൽ വെച്ചിട്ടുള്ള പാവപ്പെട്ട മനുഷ്യന്മാർ. അതായത് ഇത്രയും നാൾ വരെ എന്ന് വെച്ചാൽ സോളാർ പാനൽ ഉപയോഗിച്ച് അവർ ഡേ ടൈമിൽ ഉണ്ടാക്കുന്ന വൈദ്യുതി KSEBിലേക്കാണ് പോകുന്നത്. ഉദാഹരണത്തിന് ഒരു 10 യൂണിറ്റ് വൈദ്യുതി ഒരു വീട്ടുകാരൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ 10 യൂണിറ്റ് KSEBിലേക്ക് പോകുന്നു. രാത്രി സമയത്ത് KSEBിയിൽ നിന്ന് 10 യൂണിറ്റ് വരെ അവർക്ക് ഉപയോഗിക്കാം, അതിന് പൈസ ഒന്നുമില്ല. പക്ഷേ ഈ പേരെന്തായിട്ടിരിക്കുന്നത് ടൈം ഓഫ് ദ ഡേ മീറ്റർ വന്നു കഴിഞ്ഞാൽ 10 യൂണിറ്റ് രാവിലെ കൊടുത്ത ആൾക്കാർക്ക് രാത്രി 8 യൂണിറ്റേ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ഇത്രേ പറ്റുള്ളൂ എന്നുള്ളതാണ്. നല്ല കേട്ടോ. വളരെ കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന വൈദ്യുതി സ്വന്തം കഴിവുകേട് കൊണ്ട് ഇല്ലാതാക്കുകയും ബാക്കിയുള്ളവൻ്റെ തലയിലേക്ക് ആ ഭാരം എടുത്ത് വെക്കാനും പറ്റുന്ന ആ ഒരു കഴിവുണ്ടല്ലോ, സമ്മതിച്ചാതിരിക്കുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഇന്നലെ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം കാരണം ഒരു KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രൈവറ്റ് ബസ്സിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വീണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവിടെ സംഘടനാ പ്രവർത്തകരൊക്കെ ചേർന്ന് ചെറിയൊരു ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട് ബസ്സുകാർക്ക്. അതൊരു മാതൃകാപരമായ ശിക്ഷയാണ്. മൂവാറ്റുപുഴ വിദ്യാർത്ഥി റോഡിലൂടെ തെറിച്ച് വീണിട്ടും നിർത്താതെ പോയ സ്വകാര്യ ബസ്സിലെ ഡ്രൈവറെയും ജീവനക്കാരെയും DYFI പ്രവർത്തകർ ചൂടുവെള്ളം കുടിപ്പിച്ചു. മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് ബസ് തടഞ്ഞു നിർത്തിയാണ് തൊടുപുഴ എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന LMS ബസ്സിലെ ജീവനക്കാരെ ചൂടുവെള്ളം കുടിപ്പിച്ചത്. വെള്ളം ഊതി കുടിച്ച് തീർപ്പിച്ചതിന് ശേഷമാണ് ബസ് പോകാൻ അനുവദിച്ചത്. ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഊതി കുടിച്ചിട്ട് സാവകാശം ഇവിടുന്ന് പോയാൽ മതി. അവർക്ക് ക്ഷമയാണല്ലോ ഇല്ലാത്തത്. നിങ്ങൾ പതുക്കെ ഊതി കുടിച്ചിട്ട് പോയാൽ മതി എന്നുള്ളതാണ് പ്രവർത്തകരെടുത്ത തീരുമാനം. തിങ്കളാഴ്ച വൈകിട്ട് എറണാകുളത്തു നിന്ന് വന്ന ബസ്സിൻ്റെ ഇലക്ട്രിക് ഡോറിൽ നിന്ന് മുടവൂർ ഭാഗത്ത് വെച്ച് അർജുൻ എന്ന വിദ്യാർത്ഥി റോഡിലേക്ക് തെറിച്ച് വീണിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. ബസ് ഇവിടുത്തെ സ്റ്റോപ്പിലെത്തിയപ്പോൾ നിർത്തുന്നത് പോലെ വേഗം കുറച്ച് ആളോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. ഇലക്ട്രിക് ഡോർ തുറക്കുകയും ചെയ്തു. ഇറങ്ങാനായി ഡോറിൻ്റെ അടുത്തേക്ക് ആളെത്തിയപ്പോഴേക്കും അമിത വേഗത്തിൽ ബസ് ഓടിച്ചു പോവുകയായിരുന്നു. KSRTC ബസ്സുമായുള്ള മത്സര ഓട്ടവും അമിത വേഗവും മൂവാറ്റുപുഴ കാക്കനാട് റൂട്ടിൽ പതിവാണ്. അതിൻ്റെ അർത്ഥം ഒരുപാട് പേർക്ക് നമ്മൾ ചൂടുവെള്ളം കൊടുക്കാനുണ്ട്. പക്ഷേ ഇതൊരു നല്ല മാർഗ്ഗമാട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്തുള്ള പോലീസ് ഫോഴ്സുകൾക്ക് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനൊക്കെ ഈ പരിപാടി ഒന്ന് നടപ്പിലാക്കി നോക്കാവുന്നതാണ്. നല്ല ഓവർ സ്പീഡിലൊക്കെ വരുന്ന യാത്രക്കാർക്കും ബാക്കിയുള്ളവരുടെ ജീവനും പ്രാധാന്യം കൊടുക്കാത്ത ബസ്സുകാരെ തടനിർത്തി നിങ്ങൾ ചൂടുവെള്ളം കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നൊരു കാര്യം. പക്ഷേ യാത്രക്കാർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു പോയിന്റ് അവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷം യൂട്യൂബേഴ്സിൻ്റെ വീട്ടിൽ പോയ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് GST വകുപ്പ് ഇൻ്റലിജൻസ് വിഭാഗം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ 32.51 കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. സംസ്ഥാന വ്യാപകമായി 21 പ്രമുഖ ആർട്ടിസ്റ്റുകളുടെ 50 സ്ഥാപനങ്ങളിലും വീടുകളിലും നടത്തിയ പരിശോധനയിലാണ് കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. കഴിഞ്ഞ 6 മാസമായി ഇവരെ GST ഇൻ്റലിജൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. താരങ്ങളിൽ നിന്നുള്ളതും വിവാഹങ്ങളുടേതും മേക്കപ്പിലൂടെ ലഭിക്കുന്ന വരുമാനവും മറച്ചു വെച്ചായിരുന്നു നികുതി വെട്ടിപ്പ്. ഇത് കാണുമ്പോൾ നമ്മൾ ഈ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ എത്ര കോടിയാണ് മുക്കുന്നത് എന്ന് പറയുന്ന ഒരു സാധനത്തിനും അപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി നികുതി അടയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബേഴ്സിൻ്റെ വീടുകളിൽ ഈ നികുതി റെയ്ഡൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അതൊരു പാഠം നൽകലായിരുന്നു. അതായത് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഒരു റെയ്ഡിനും കാര്യങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പം ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്, അതിൻ്റെ ആവശ്യകത ഇന്നതാണ്. മാത്രമല്ല അങ്ങനെ റെയ്ഡ് ചെയ്യപ്പെട്ട ആളുകളെല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് പിന്നീട് സംസാരിച്ചത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കിട്ടലുണ്ട്. പിന്നെ ഇങ്ങനെ നികുതി വെട്ടിച്ചിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അവർക്ക് നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ടാവും. മറ്റൊരു പ്രധാന വാർത്ത, ഇത് വളരെ 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 പ്രധാനപ്പെട്ട ഒന്നാണ്. മൃതദേഹം മാറി നൽകിയതിന് ആശുപത്രി 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. 2009 ചികിത്സയിലിരിക്കെ മരിച്ച പുരുഷോത്തമൻ്റെയും കാന്തിയുടെയും മൃതദേഹങ്ങൾ നൽകിയതിലാണ് തെറ്റുപറ്റിയത്. എറണാകുളം മെഡിക്കൽ സെൻട്രൽ ആശുപത്രിയാണ് 25 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരുന്നത്. പുരുഷോത്തമൻ്റെ മക്കളായ PR ജയശ്രീയും PR റാണിയും നൽകിയ പരാതിയിൽ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ ഇവർക്ക് 25 ലക്ഷം രൂപ 12% പലിശ സഹിതം നഷ്ടപരിഹാരം നൽകാൻ ആശുപത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ആശുപത്രി നൽകിയ ഹർജിയിൽ 5 ലക്ഷം രൂപ പുരുഷോത്തമൻ്റെ കുടുംബത്തിനും 25 ലക്ഷം രൂപ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ്റെ
നിയമസഹായ അക്കൗണ്ടിലേക്കും നിക്ഷേപിക്കാനാണ് ദേശീയ കമ്മീഷൻ ആശുപത്രിയോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പുരുഷോത്തമന്റെ മക്കളും ആശുപത്രിയൊക്കെ ചെന്ന് ഹർജി സബ്മിറ്റ് ചെയ്തു. ജസ്റ്റിസ് ഹിമ കോഹ്ലി അധ്യക്ഷയായ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം 25 ലക്ഷം രൂപയും പുരുഷോത്തമന്റെയും കാന്തിയുടെയും മക്കൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ 12% പലിശ എന്നുള്ളത് 7.5% പലിശയാക്കി കുറച്ചിട്ടുണ്ട്. ആശുപത്രിക്കാരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വീഴ്ചയാണ്. അതൊരു ചെറിയ വീഴ്ചയല്ല, വലിയ വീഴ്ചയാണ്. 1000 രൂപയുടെ നോട്ടുകളൊക്കെ നമ്മൾ പിൻവലിച്ചതല്ലേ, എന്നാൽ ആ പിൻവലിച്ച നോട്ടുകളൊക്കെ ക്യാഷാക്കി മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തി 57 ലക്ഷം രൂപ തട്ടി 5 പേർക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത്. പിൻവലിച്ച 1000 രൂപയുടെ നോട്ട് മാറ്റിക്കൊടുക്കുന്ന സ്ഥാപനമുണ്ടെന്നും ഇതുവഴി നോട്ട് മാറ്റിയെടുത്ത് കോടികൾ ലാഭമുണ്ടാക്കാമെന്നും വിശ്വസിപ്പിച്ച് പലപ്പോഴായി 57 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. ഉദുമയെന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബേക്കൽ പോലീസാണ് കേസ് എടുത്തിട്ടുള്ളത്. 2023 ജനുവരി 15-നും 2023 ഓഗസ്റ്റ് 30-നും ഇടയിലാണ് പ്രതികൾ ലാഭം വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയത്. കമ്പനിയുടെ പ്രതിനിധി എന്ന പേരിൽ ഹിന്ദി സംസാരിക്കുന്ന ചിലരെയും നോട്ടെടുക്കാൻ വന്ന വാഹനവും എടുക്കാത്ത നോട്ടുകെട്ടുകളുടെ വീഡിയോ ദൃശ്യവും പരാതിക്കാരനെ ബോധ്യപ്പെടുത്തി വിശ്വാസം നേടിയെടുത്താണ് തട്ടിപ്പ് നടത്തിയത്. നല്ല തട്ടിപ്പല്ലേ? നിരോധിച്ച നോട്ട്, അപ്പോൾ പരാതിയൊന്നും കൊടുക്കാൻ പോവില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. മറ്റൊരു സന്തോഷകരമായ കാര്യം, അത് പ്രത്യേകിച്ച് ആശുപത്രിയിലെ നഴ്സുമാർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നഴ്സുമാരുടെ ശമ്പള കാര്യത്തിൽ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങൾ ഓരോ സംസ്ഥാനങ്ങൾക്കും അയച്ചതായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ രാജ്യസഭയെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാനങ്ങളാണെന്നാണ് പറയുന്നത്. നഴ്സുമാരുടെ ശമ്പളം 20,000 രൂപയിൽ കുറയരുത് എന്നുള്ളതാണ് ഒരു പ്രധാന നിർദ്ദേശം. അതിൻ്റെ കൂടെ 200 കിടക്കകളുള്ള സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർക്ക് സർക്കാർ ആശുപത്രികളിലെ അനുബന്ധ ഗ്രേഡിന് തുല്യമാവണം ശമ്പളം. 100 കിടക്കകളുള്ള സ്വകാര്യ ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിലെ അനുബന്ധ ഗ്രേഡിനേക്കാൾ 10% വരെ കുറയാം. 50 മുതൽ 100 കിടക്കകൾ വരെയുള്ള ആശുപത്രികളിൽ സർക്കാരിൻ്റെ ശമ്പളത്തിൻ്റെ 25% വരെ കുറയാം. 50 കിടക്കകളിൽ കുറഞ്ഞാലും ശമ്പളം 20,000 രൂപയിൽ കുറയരുത്. പിന്നെ അവധികൾ, ജോലി സമയം, മെഡിക്കൽ സൗകര്യങ്ങൾ, ഗതാഗതം, താമസം തുടങ്ങിയവ സർക്കാർ തലത്തിൽ അനുവദിച്ചതിന് തുല്യമാകണം. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിനോട് തുല്യമായ രീതിയിലുള്ള പരിഗണന കിട്ടണം എന്നുള്ളതാണ്. മിനിമം സാലറി 20,000 ആക്കണം എന്നുള്ളത്. എൻ്റെ അമ്മ ഒരു ലേഡീസ് ഹോസ്റ്റലിൻ്റെ വാർഡനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് നഴ്സുമാരുണ്ട്. അപ്പം കുറേ ആൾക്കാരുടെയൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ പറയാറുണ്ട്. വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന, എങ്ങനെയെങ്കിലും ഒന്ന് വിദേശത്തേക്ക് കടന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ നഴ്സുമാരുടെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ്. മറ്റൊരു രസമുള്ള വാർത്ത എന്നാണോ ഇതിന് പറയേണ്ടത്, ഇതിനെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. തിരൂർ പോലീസ് പെട്ട ഒരു പെടലാണ്. സംഭവിച്ചത് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിൽ എന്ത് സംഭവിച്ചോ അത് തന്നെയാണ്. ഒരു സ്ത്രീ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ അരഞ്ഞാണം ഇവർ വിഴുങ്ങുന്നു. പോലീസുകാരെത്തിയപ്പോൾ അയ്യോ സാറേ ഞാൻ എടുത്തിട്ടില്ല, വേണമെങ്കിൽ എന്നെ ഫുള്ള് പരിശോധിച്ചോ എന്ന് പറഞ്ഞു. ഫുള്ള് പരിശോധിച്ചു. പക്ഷേ വിശ്വാസം വരാത്തതുകൊണ്ട് പോലീസുകാർ കൊണ്ടുപോയി എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ മാല ഇവരുടെ വയറ്റിൽ കിടപ്പുണ്ട്. പക്ഷേ വയറ്റിൽ നിന്ന് ഈ മാല ഒന്ന് പുറത്തിറങ്ങി കിട്ടണമല്ലോ. അത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് 3 ദിവസത്തേക്ക് മജിസ്ട്രേറ്റ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. സ്വാഭാവികമായ രീതിയിൽ ഇത് പുറത്തെടുക്കാം എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷെ കിട്ടാതായതോടെ ഇവരെ ASI ഹൈമവതിയുടെ നേതൃത്വത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി. പഠിച്ച പണി 18 പ്രയോഗിച്ചിട്ടും സ്വർണ്ണ അരഞ്ഞാണം പുറത്തു വന്നില്ല. നിരാശരായി പ്രതിയെ പോലീസ് തിരൂർ സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ചു. ആഭരണം എങ്ങനെയും പുറത്തേക്ക് വരുത്തി കണ്ടെടുക്കാനുള്ള പെടാപ്പാടിലാണ് പോലീസുകാരുടെ ഒരു അവസ്ഥ നോക്കിയാൽ. എന്തൊക്കെ കാര്യങ്ങൾ ചുറ്റും നടക്കുന്നു, എന്തൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ, വലിയ വലിയ ക്രിമിനൽ പരിപാടികളൊക്കെ നിൽക്കുന്നു. അതിൻ്റെ ഇടയിലാണ് വയറ്റി കിടക്കുന്ന അരഞ്ഞാണം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. ബൈ ദ ബൈ, തൊണ്ടി മുതലും ദൃക്സാക്ഷിയൊക്കെ കണ്ടു നോക്കാൻ പറ്റിയ നല്ല സമയം തന്നെയാണ്. കണ്ടു നോക്കാം. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ മറ്റ് പത്രങ്ങളിലൊക്കെയുള്ള വാർത്തകൾ ഏറിയും കുറഞ്ഞുള്ള പല രീതിയിൽ നമുക്ക് ദേശാഭിമാനിയിൽ കാണാൻ പറ്റും. അതിൽ ഒരു കാര്യം, രാജ്യസഭയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ കൊടുത്ത ഒരു മറുപടിയാണ്. കേരളത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അനുവദിക്കുന്നതിന്, എയിംസ് അനുവദിക്കുന്നതിനുള്ള പരിഗണനയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. ജോൺ ബ്രിട്ടാസിൻ്റെ ചോദ്യത്തിന് രാജ്യസഭയിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ മറുപടി നൽകിയത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിലടക്കം എയിംസ് ആവശ്യത്തിൽ MP മാർ പ്രതിഷേധിച്ചെങ്കിലും വ്യക്തമായ മറുപടി നൽകാൻ നദ്ദ വിസമ്മതിച്ചിരുന്നു. പാർലമെൻറ്റ് വളപ്പിൽ MP മാർ പ്രതിഷേധിച്ചെങ്കിലും അവഗണിക്കപ്പെട്ടു. വിവിധ സംസ്ഥാനങ്ങൾക്കായി ഇതിനോടകം 22 എയിംസ് അനുവദിച്ചതായി മറുപടി നൽകിയ നദ്ദ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എയിംസ് വ്യാപിപ്പിക്കുമെന്നും പറഞ്ഞു. വളരെ കാലമായുള്ള കേരളത്തിൻ്റെ ആവശ്യത്തോട് കേന്ദ്രം വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്നുവെന്നും ആരോഗ്യമേഖലയിൽ വളരെയേറെ പുരോഗതി കൈവരിച്ച മാതൃകാ സംസ്ഥാനത്തിന് എയിംസ് നൽകുമോ എന്നതിൽ വ്യക്തമായ മറുപടി വേണമെന്നുമായിരുന്നു ബ്രിട്ടാസിൻ്റെ ആവശ്യം. ആരോഗ്യമന്ത്രിയുടെ ഈ പ്രസ്താവന പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രതീക്ഷ നൽകുന്ന വാർത്ത കൂടി ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മറ്റു പത്രങ്ങളിൽ കണ്ടില്ല. നഷ്ടമാകില്ല ശബ്ദം, കേൾക്കും എല്ലാ കുരുന്നുകളും. ഇതാണ്
ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. കേൾവിയുടെ ലോകം എല്ലാ കുരുന്നുകൾക്കും സമ്മാനിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് കേൾവിക്കുറവുള്ള കുഞ്ഞുങ്ങളെ കണ്ടെത്തി പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതിക്ക് സാമൂഹിക നീതി വകുപ്പാണ് നേതൃത്വം നൽകുന്നത്. 21.65 ലക്ഷം രൂപയും ഇതിന് അനുവദിച്ചിട്ടുണ്ട്. 6 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികളുടെയും കേൾവി പരിശോധിക്കും. കുറവുള്ള കുട്ടികൾക്ക് ചികിത്സ, സഹായ ഉപകരണങ്ങൾ എന്നിവ നൽകും. മുഴുവൻ വാർഡുകളിലെയും 3 വയസ്സുവരെയുള്ള കുട്ടികളെ പൊതുകേന്ദ്രത്തിലെത്തിച്ച് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, ആശാവർക്കർമാർ എന്നിവർ പരിശോധിക്കും. വളരെ 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 നല്ലൊരു പദ്ധതിയാണത്. ഒരുപാട് പ്രതീക്ഷ നൽകുന്നത് കൂടിയാണ്. കാരണം കേൾവി സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം വിലയുള്ള കാര്യം തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ സഹായം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് അത് നേരത്തെ തന്നെ തിരിച്ചറിയാനൊക്കെ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. അവിടെ നമ്മൾ മനോരമയിലേക്ക് വരുമ്പോൾ വളരെ നല്ലൊരു വാർത്ത അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് പത്രങ്ങളിലുള്ള വാർത്തകളൊക്കെ തന്നെ ഏറിയും കുറഞ്ഞും നമ്മൾ പറഞ്ഞതുപോലെ പത്രത്തിൻ്റെ പൊളിറ്റിക്കൽ ചായ്വുകളൊക്കെ അനുസരിച്ചുള്ള ഏറ്റക്കുറച്ചിലുകളോടുകൂടി മനോരമയിലും ഉണ്ട്. പക്ഷേ ഈ വാർത്ത ഇത് എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നി. സെയ്ദ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചുള്ള വാർത്തയാണ്. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും അപകട കുഴിയുണ്ടോ? ഉണ്ടെങ്കിൽ സെയ്ദ് അത് മൂടിയിരിക്കും. വേറൊന്നുമല്ല, റോഡിൽ എവിടെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കണ്ണിലൊരു കുഴി പെട്ട് കഴിഞ്ഞാൽ ആ കുഴി മൂടിയിരിക്കും. കല്ലും കട്ടകളും ഉപയോഗിച്ച് താൽക്കാലിക പരിഹാരം എന്നോണമാണ് കുഴിയടക്കൽ. എന്നിരുന്നാലും വാഹനയാത്രികരായ പലർക്കും ഇത് ആശ്വാസമാണ്. ശരിയാണ്, വലിയൊരു കുഴിയിലേക്ക് വീഴുന്നതിനേക്കാളും നല്ലതാണ് ആ കുഴിയുടെ ആഘാതം കുറയ്ക്കുന്ന രീതിയിൽ അതിൽ കല്ലും മണ്ണും ഇട്ട് മൂടുക എന്ന് പറയുന്നത്. സൈക്കിളിൽ സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്ന ജോലിയാണ് വെളിയത്തുനാട് മദ്രസപ്പടി ഓഞ്ഞപ്പുറത്ത് വീട്ടിൽ സെയ്ദിന്. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരിക്കും. പ്രായാധിക്യം അലട്ടുന്നുണ്ടെങ്കിലും അപകട കുഴികൾ കണ്ടാൽ വിടില്ല. സൈക്കിൾ നിർത്തി കുഴി അടച്ചതിന് ശേഷമാകും കടന്നു പോവുക. ഇദ്ദേഹത്തിൻ്റെ ഈ ആത്മാർത്ഥതയെ പൂർണ്ണ മനസ്സോടുകൂടി അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇതിനേക്കാൾ ഭയങ്കര ആത്മാർത്ഥത കാണിക്കുന്ന വേറൊരു ഐറ്റമുണ്ട്. അതായത് എവിടെയോ ഒരു കോൺക്രീറ്റ് പണിക്ക് പോകുമായിരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അവർ നിർത്തി കുഴിയടച്ച് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ട്രാവൽ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ബായോം ഓർ ബഹനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയമായ റോഡ് ടാറിടലാണ്. ഇവിടെ ഇപ്പം അതെ മിശ്രിതം വന്ന് വീഴുന്നു. ഏതോ ഒരു കുഴി, റാൻഡം കുഴി, എടപ്പള്ളിയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുഴിയുടെ അകത്തേക്ക് ഇട്ട ആ മിശ്രിതം അത് നേരെയാക്കി ചവിട്ടി പെറുക്കി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പുറകിൽ കുറച്ച് തൊഴിലാളികളുണ്ട്. അവർ വരും. ടാറും കഴിഞ്ഞു. സംഭവം ആരുടെ തലയിൽ ഉദിച്ച ഐഡിയ ആണെന്ന് അറിയില്ല. വളരെ വലിയ ട്രാഫിക് ബ്ലോക്കുള്ള ഒരു സമയത്ത്, അത് എടപ്പള്ളി ജംഗ്ഷനിൽ വലിയ ട്രാഫിക് ബ്ലോക്കാണ്. ഇതിൻ്റെ ഇടയിലാണ് ഓരോ കുഴിയുടെ മുകളിലേക്കും കോൺക്രീറ്റ് കൊണ്ടുവന്നിട്ട് പുറകെ ആൾക്കാർ വരുന്നുണ്ട്. ഒരു 3-4 പേരുണ്ട്. അവർ കയ്യിലുള്ള കുഞ്ഞ് ആയുധങ്ങളൊക്കെ വെച്ചിട്ട് ഇതങ്ങ് ലെവലാക്കും. ഇത് പുറകെ വരുന്ന വണ്ടികളെല്ലാം കയറി ഇറങ്ങി വേറെ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സുഖമാണ് ഇതിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരാണ് ഈ കോൺക്രീറ്റും സിമെൻറ്റും ഒക്കെ കൊടുത്ത് ഇവരെ ഈ പണിക്ക് വിട്ടതെന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും സൂപ്പർ പണിയാണ്. അറ്റ്ലീസ്റ്റ് രാത്രി വണ്ടികൾ കുറയുന്നത് വരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തുകൂടായിരുന്നു. പിന്നെ മറ്റൊരു വാർത്ത, ഉരുൾപൊട്ടലുണ്ടായ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 5 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 53.99 കോടി രൂപ കിട്ടി എന്നുള്ള ഒരു കണക്കാണ്. അതുപോലെ ഒരുപാട് സഹായ വാഗ്ദാനങ്ങളുണ്ട്. അതെല്ലാം മറ്റ് പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനോരമയും പ്രാധാന്യത്തോടു കൂടി തന്നെ ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആരോപണങ്ങളും അതുപോലെ തന്നെ എത്ര ക്യാമ്പയിനുകളും ഒക്കെ നടന്നു. എന്നിട്ടും ആ ഫണ്ടിലേക്ക്, ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് എത്തി എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്രയും ഫണ്ട് എത്തി എന്ന് പറയുന്നത് ഈ ആരോപണങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് സഹായം എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. എനിവേ, ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പറയാനുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.